ആയി 4 സ്ത്രീകളെ കൊന്ന് ആ തുരങ്കത്തിൽ കൊണ്ടിട്ടില്ലേ അയാൾ? കുട്ടിക്കാലം മുതൽ അച്ഛനോടൊപ്പം ഒരുമിച്ച് കളിച്ചു വളർന്ന സർക്കാർ മാമനെയും അച്ഛന്റെ കൈകൊണ്ട് തന്നെ തൂക്കിക്കൊല്ലേണ്ടി വന്നു. ഒടുവിൽ ആരോരുമില്ലാത്ത സർക്കാർ മാമന് പിണ്ടം വെച്ചതും ഞാനായിരുന്നു. ദുഷ്ടൻ! 4 സ്ത്രീകളെ കൊന്ന പാതകയാണവൻ. 4 അല്ല, 40 പേരെ കൊന്നാലും കുറ്റവാളിക്ക് ഒരു തവണയേ മരിക്കാൻ സാധിക്കൂ. മരണത്തേക്കാൾ വലിയ പാപപരിഹാരമില്ല. സർക്കാർ മാമനെ ഞാൻ സ്നേഹിച്ചിരുന്നു. 5ഓ 6ഓ വയസ്സുള്ളപ്പോൾ എനിക്ക് തന്റെ സ്മരണയ്ക്കായി അദ്ദേഹം തന്നത് കുറ്റകൃത്യങ്ങളുടെ ഒരു പങ്കായിരുന്ന മോതിരങ്ങളായിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം സഞ്ജീവ് കുമാർ മിത്രയും അത് തന്നെ ചെയ്തു. സ്വന്തം കുറ്റകൃത്യങ്ങളുടെ പങ്കായ ഒരു മോതിരം അയാളും എന്നെ അടിച്ചേൽപ്പിച്ചു. ഹാങ് വുമൻസ് ഡയറി. ലോകമെങ്ങും വധശിക്ഷ നിരോധിക്കുവാൻ മുറവിളി ഉയരുമ്പോഴും ബംഗാൾ ഗവൺമെന്റ് യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷയുമായി മുന്നോട്ടു പോവുകയാണ്. കുറ്റവാളിയുടെ മനുഷ്യാവകാശത്തേക്കാൾ ഗവൺമെന്റ് വിലയിടുന്നത് ഇരയുടെ മനുഷ്യാവകാശത്തിനാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും വിവാദമുയർത്തിക്കഴിഞ്ഞു. നമുക്കിനി ചേതനയോട് സംസാരിക്കാം. ചേതന, താങ്കളെ ആരാച്ചാരായി നിയമിച്ചിട്ട് 2 ആഴ്ചയായി. കഴിഞ്ഞ 2 ആഴ്ചത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ആ ചോദ്യം അപ്രസക്തമാണ്. എന്റെ അനുഭവങ്ങൾ 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നു. ചേതന, നിങ്ങൾ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും കഴുത്തിൽ കുടുക്കിട്ട് നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പഠിക്കുന്ന കലയാണിതെന്ന് പണ്ടുകാലത്തെ വൈറ്റാട്ടികളും ഇക്കാലത്തെ ഡോക്ടർമാരും പറയാറുണ്ട്. ഒരു ജീവനെ തൂക്കിലേറ്റുക, ചേതന പോലെ ഒരു പെണ്ണിന് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. ഒരാളെ കൊല്ലുന്നതിൽ പാപബോധം തോന്നുന്നില്ലേ? ഞാൻ കൊല്ലുന്നില്ല, ലിവർ വലിക്കുന്നതേയുള്ളൂ. ഒഴിഞ്ഞു മാറുകയാണോ? പ്രതിക്കെതിരെ അന്വേഷണം നടത്തി ശിക്ഷ വിധിച്ചത് ഗവൺമെന്റിന്റെ കോടതി. അത് ശരിവെച്ചത് ഗവൺമെന്റിന്റെ തലപ്പത്തെ രാഷ്ട്രപതി. പ്രതിയെ സൂക്ഷിക്കുന്നത് ഗവൺമെന്റ് നടത്തുന്ന ജയിൽ. ഒടുവിൽ രാവിലെ 4:30 മണിക്ക് കൃത്യനിർവഹണത്തിനായി ഒരു ചുവന്ന തൂവാല താഴെയിടുന്നത് പോലും ഗവൺമെന്റ് നിയോഗിച്ച മജിസ്ട്രേറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണോ പറയുന്നത്? തെറ്റും ശരിയും എങ്ങനെ തിരിച്ചറിയാനാവും? അഥവാ തെറ്റായാൽ തന്നെ നിലവിലുള്ള വ്യവസ്ഥയിൽ തെറ്റല്ല എന്ന് ഭരണകൂടവും നീതിപീഠവും പറയുന്നു. എന്നെപ്പോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പെണ്ണിന് അത് വിശ്വസിക്കുകയേ മാർഗമുള്ളൂ. വളരെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളുമായി ചേതന ഘൃത മല്ലിക് നമ്മളോടൊപ്പം ഉണ്ടാവും. ചേതനയുമായി സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നാളെ ഇതേ സമയം വിളിക്കാവുന്നതാണ്. ചേതന, ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ പോയിക്കോളൂ. വേണ്ട, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. ചേതനയുടെ അച്ഛൻ AVA ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് സത്യമാണോ? ആണെങ്കിൽ അവർക്ക് TRP ഉയരാതെ നോക്കേണ്ടത് ചേതനയുടെ ജോലിയാണ്. അച്ഛനിൽ നിന്നും കിട്ടാത്തതെന്തെങ്കിലും ചേതനയിൽ നിന്നും ലഭിക്കണം. আমার তুমি আশীষ করেছো এমনি লীলা তবু আমারে তুমি আশীষ করেছো এমনি লীলা তবু. കുറച്ച് സ്വസ്ഥത തരുമോ? നേരെ ഉച്ചയായിട്ടും കിടന്നിറങ്ങുന്നോ പെണ്ണുങ്ങള്? ഇന്ന് മുഴുവൻ ഞാൻ ഉറങ്ങാൻ പോവാം. അയ്യോ, അപ്പൊ ടിവിയിൽ പോകണ്ടേ? പോകാതിരുന്നാൽ അവർ തരാമെന്നേറ്റ് പൈസ തരാതിരുന്നാലോ മോളെ? അത് കിട്ടിയിട്ട് വേണം ഈ പൊട്ടിയ ഷീറ്റൊന്ന് മാറ്റാൻ. മഴ പെയ്തപ്പോ കണ്ടില്ലേ, എല്ലായിടത്തും വെള്ളമായി. അവര് പൈസ മുഴുവൻ തരട്ടെ, എന്നിട്ട് പോവാം. അവസാനം തന്നില്ലെങ്കിലും. നിനക്ക് പനി പിടിച്ചോ ചെയ്തു? കുട്ടിക്കാലം മുതലേ നിനക്ക് തുറന്നു സംസാരിക്കുന്ന പ്രകൃതമില്ലല്ലോ. പെണ്ണുങ്ങൾ അവരുടെ വിഷമം പുറത്തു പറയരുതെന്ന് ചെറുപ്രായത്തിലെ എനിക്ക് കിട്ടിയ പാഠമാണ് രാമൂദ. വളരെ വൈകിയതിനു ശേഷമുള്ള തുറന്നു പറച്ചിലുകൾ കൊണ്ട് പല പ്രാവശ്യം നീ നിന്നെ തന്നെ അപമാനിച്ചിട്ടുണ്ടല്ലോ ചെയ്തു. നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങള് എല്ലാ കാലത്തും പെണ്ണുങ്ങള് മൂലമാണ് വിഷമിച്ചിട്ടുള്ളത്. പക്ഷേ മനസ്സിൽ അടങ്ങാത്ത വിധം വലിയ വിഷമം തോന്നിയാലോ? ഓ, അതിനും മാത്രം എന്ത് വിഷമമാണ് വീട്ടിലിരുന്ന് ഉണ്ടുറങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങൾക്കുള്ളത്. കൊച്ചുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന പാടൊഴിച്ചാൽ
പെണ്ണിനെന്താ വിഷമം? ധാക്കുമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ലേ? വിഷമമൊക്കെ വിഷമമാകുന്നത് അത് വിഷമമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ്. ലോകമുണ്ടായ കാലം തൊട്ട് നമ്മൾ ആരാചാരന്മാരുണ്ടായിരുന്നു. ആരാചാരില്ലാതെ രാജാക്കന്മാരാകട്ടെ, ചക്രവർത്തിമാരാകട്ടെ, ബ്രിട്ടീഷുകാരാകട്ടെ, അത് കഴിഞ്ഞു വന്ന സർക്കാരാകട്ടെ, ആർക്കും നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല മോളെ. അച്ചാച്ചൻ ഠാക്കുമായെ സ്നേഹിച്ചിരുന്നില്ലേ? പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണ്. ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷനെ സ്നേഹിക്കാൻ കഴിയൂ. സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ സാധിക്കും. ചേതന മോളെ, നിനക്കെന്താ അസുഖം? പനിയാണച്ചാ. എന്തായാലും നീ ചാനലില് എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ചെയ്തു. നമ്മുടെ അനുഭവങ്ങളാണ് അവർക്ക് വേണ്ടത്. ഇത്രയേ ഉള്ളൂ എന്ന മട്ടിലെല്ലാം പറഞ്ഞു തീർക്കരുത്. അങ്ങനെ തീർന്നു എന്ന് തോന്നുന്ന നിമിഷം നിന്നെ അവർക്ക് വേണ്ടാതാകും. മോളെ, പറയാൻ ചിലത് ബാക്കിയുണ്ടെന്ന് തോന്നലുണ്ടാവുമ്പോഴേ മനുഷ്യർ നമ്മളെ ബഹുമാനിക്കൂ. അതവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അച്ഛാ, ചേതുവിന് അയാളെ ഇഷ്ടമല്ല. വേണ്ടച്ഛാ, അയാൾ ശരിയല്ല. ചേതുവിനെ അയാൾക്ക് കൊടുത്താൽ നമ്മൾ പിന്നീട് ദുഃഖിക്കും. ഒരു വിവാഹം മൂലം ചേച്ചി എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഇവളെ കൂടി. അത് വേണ്ട. രാമു അവൻ മിടുക്കനാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബന്ധമാണത്. ഈ നരകത്തിൽ നിന്ന് ഇവളെങ്കിലും രക്ഷപ്പെടട്ടെ. ചേതുവിന് അയാളെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നീ ചോദിച്ചു നോക്ക്. അയാള് വന്നെന്ന് തോന്നുന്നു. എന്താ ചേതന, എന്തുപറ്റി? അവൾക്ക് സുഖമില്ല, പനിച്ചു കിടക്കുക. പരിപാടി മുടങ്ങിയതിനെ ചൊല്ലി മാനേജ്മെന്റ് വളരെ അസ്വസ്ഥരാണ്. ഇന്നലെ ഗ്രഥാദായുടെ പരിപാടിക്കായിരുന്നു റേറ്റിംഗ്. ഇന്ന് ചേതന വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ റേറ്റിംഗ് വീണ്ടും താഴെ പോകും. എനിക്ക് സുഖമില്ല. കണ്ടൂടെ നിങ്ങൾക്ക്? നമുക്കിടയിൽ ഒരു കരാറുള്ളത് മറന്നുപോയോ? കരാറ് തെറ്റിച്ചതിന് നിങ്ങൾ പോയി കേസ് കൊടുക്കും. ചേതന വന്നില്ലെങ്കിൽ അതെന്റെ ജോലിയെ ബാധിക്കും. നന്നായി പോയി. പണം വാങ്ങിയ സ്ഥിതിക്ക് ചേതന വരാതിരിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല. ധാർമ്മികതയുടെ കാര്യമൊന്നും നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. ബാക്കി പണം തരാതെ പരിപാടിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, തരാമെന്ന് പറഞ്ഞ പണം വളരെ കുറവാണ് താനും. ബാക്കി പണം തൂക്കിക്കൊല കഴിയുന്ന ദിവസമേ തരാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ അത് തരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ വാക്ക് തന്നതാണല്ലോ. സഞ്ജീവ് കുമാറിന്റെ വാക്കിന് എന്ത് വിലയാണുള്ളത്? നിങ്ങളെപ്പോലെ സത്യസന്ധതയില്ലാത്ത ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല. ശരി, ഇതാ 4000 രൂപയുണ്ട്. ഇത്രയും പോരാ, എനിക്ക് നല്ല തുക വേണം. നോക്കൂ ചേതന, ഇത് കുട്ടിക്കളിയല്ല. ചേതനയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനലാണ് ഏറ്റവും അധികം ശ്രമം നടത്തിയത്. അതുമൂലം നിങ്ങൾക്കുണ്ടായ ലാഭമോ? ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്റെ ക്ഷമയ്ക്കും നിങ്ങൾ എന്ത് വിചാരിച്ചു? എന്തു ആകാമെന്നോ? ഞാൻ നിങ്ങളുടെ കളിപ്പാട്ടമാണോ? എനിക്ക് പണത്തിനെ കുറവുള്ളൂ. പണത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. കൊല്ലും ഞാൻ നിങ്ങളെ. ആണുങ്ങളോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? അമ്മേ, ഇയാൾ പലതവണ എന്നെ ഉപദ്രവിച്ചു. ഓരോ തവണയും ക്ഷമിച്ചു. ഇനി വയ്യ. എനിക്ക് ഇയാളെ കാണണ്ട. കടന്നു പോയെന്റെ മുമ്പിൽ നിന്ന്. സഞ്ജീവ് ബാബു, ക്ഷമിക്കണം. അവൾ സാരമില്ലമ്മേ, അവൾക്ക് അസുഖമായതുകൊണ്ടല്ലേ. എന്തായാലും അവൾ വിശ്രമിച്ചോട്ടെ. ഞാൻ ഇറങ്ങുന്നു. ചേതന, നീ ഇന്ന് ചാനലിൽ പോകണം. അവര് പണം കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ പോയാ മതി. എനിക്ക് വയസ്സായി. അവർക്ക് ആവശ്യം ചെറുപ്പക്കാരെയാണ്. മാത്രമല്ല, നീ ഇപ്പൊ രാജ്യത്തിന്റെയും മുഴുവൻ ലോകത്തിന്റെയും സ്ത്രീശക്തിയുടെയും പ്രതീകമാണ്. എനിക്ക് വയ്യ അച്ഛാ. ഒറ്റ അടി വെച്ചു തരും ഞാൻ. തർക്കുത്തരം പറയുന്നു.
ഈ വീട്ടിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയർന്നാലുണ്ടല്ലോ. അവരിപ്പോ 5000 തന്നു, ഇനി 5000 കൂടി തരും. എല്ലാം ആ കൊച്ചന്റെ മിടുക്കാണ്. അവന് നിന്നോട് ഇഷ്ടം തോന്നിയത് നമ്മുടെ ഭാഗ്യം. പണ്ട് ജാതിയായിരുന്നു വലിയ കാര്യം. രാജകുലത്തിൽ ജനിച്ച പിന്നെ പേടിക്കാനില്ലായിരുന്നു. പക്ഷെ ഇന്നത് പോരാ. കയ്യിൽ പണമുണ്ടോ, എല്ലാം ഉണ്ട്. ഭഗവാൻ നിനക്കൊരവസരം തന്നിരിക്കുകയാണ്. അത് വേണ്ടെന്ന് വെക്കരുത് മോളെ. അത് ഞാൻ സമ്മതിക്കില്ല. ദിവസം ഇങ്ങടുത്തു, നീ പോകണം. രണ്ട് സ്ത്രീകളുടെ ബന്ധം ആവിഷ്കരിക്കുന്ന ഗേൾ ഫ്രണ്ട് എന്ന സിനിമ ഇന്നലെ റിലീസ് ചെയ്തതിന്റെ വിവാദം രാജ്യത്തെവിടെയും തിരയടിക്കുകയാണ്. ഇന്നത്തെ ഹാങ് വുമൺ ഡയറിയിലും 2 സ്ത്രീകളുണ്ട്. യതീന്ദ്ര ബാനർജിയുടെ ഭാര്യ കോകിലയും ഏറ്റവും ഒടുവിൽ തൂക്കിക്കൊല്ലപ്പെട്ട രമേശ് ചന്ദ്രഘോഷിന്റെ അമ്മ പ്രതിമ ഘോഷും. കോകിലാദി, ഇനി വെറും 10 ദിവസമേ ഉള്ളൂ ആ കുങ്കുമപ്പെട്ടിന്റെ ആയുസ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ സമയം ഞാൻ നമ്മുടെ ആരാച്ചാരായ ചേതന ഗൃദ്ധ മല്ലിക്കിനെ സ്വാഗതം ചെയ്യുന്നു. വരൂ മിസ് ചേതന ഗൃദ്ധ മല്ലിക്. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ അടുത്ത് കാണുമ്പോൾ എന്തു തോന്നുന്നു കോകിലാദി നിങ്ങൾക്ക്? കോകില 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് പൊട്ടിക്കരയുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചേതന, കോകില എന്ന ഈ സ്ത്രീയെ അടുത്ത് കാണുമ്പോൾ എന്തു തോന്നുന്നു? വേദന. ജോലിയിൽ നിന്നും പിന്മാറണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കോകിലയും ചേതനയും മുഖാമുഖം കാണുമ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: യതീന്ദ്ര ബാനർജിയെ വെറുതെ വിടണോ, തൂക്കിക്കൊല്ലണോ? പ്രേക്ഷകർക്ക് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാം. SMS അയക്കേണ്ട നമ്പർ 677. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. സഞ്ജീവ് ബാബു, വെൽ ഡൺ. ആ കരച്ചിൽ വളരെ നന്നായി. TRPയിൽ ഒരു 5 പോയിന്റ് കയറിയിട്ടുണ്ട്. ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്, കൂടുതൽ ചപ്പടാച്ചി അടിക്കാൻ നിൽക്കാതെ വെറുതെ അങ്ങ് കരയുന്നതാണ് നല്ലതെന്ന്. TV സ്ക്രീനിൽ സ്ത്രീയുടെ കണ്ണീരിനാണ് എപ്പോഴും വില. പ്രതിവാദി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തൂക്കിക്കൊല ചെയ്യപ്പെട്ട മകന്റെ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് യതീന്ദ്രനാഥിന്റെ തൂക്കിക്കൊലയെപ്പറ്റി എന്താണ് അഭിപ്രായം? അഭിപ്രായമോ? എന്തഭിപ്രായം? എന്റെ മകനെയും അവന്റെ കൂട്ടുകാരനെയും ഇവളുടെ അച്ഛൻ തൂക്കിക്കൊല്ലുമ്പോ എന്റെ അഭിപ്രായം ചോദിച്ചോ? വേണ്ട. അവനും അവന്റെ അച്ഛനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമ്പോ എന്റെ അഭിപ്രായം ചോദിച്ചോ? തൂക്കിക്കൊന്ന എന്റെ മകന്റെയോ ജയിലിൽ കിടന്ന് മരിച്ച എന്റെ ഭർത്താവിന്റെയോ ശരീരങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്നോട് അഭിപ്രായം ചോദിച്ചോ? കൊല്ലം ഇത്രയും കഴിഞ്ഞ് ഇപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കുന്നു. 70 വയസ്സായെങ്കിലും മൺവട്ടി പിടിക്കുന്ന കയ്യായത്. അതുകൊണ്ട് ചപ്പയ്ക്കൊന്ന് കരിഞ്ഞാൻ. അതുതന്നെയാണ് പ്രതിവാദി ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കാലത്തിനു ശേഷം വധശിക്ഷ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വധശിക്ഷ നിരോധിക്കരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവരെ ഇട്ട് നരകിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് തൂക്കിക്കൊല്ലുന്നത്. എന്റെ മകൻ മരിച്ചത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അവനിന്ന് ചത്തു ജീവിച്ചേനെ. അവന്റെ അച്ഛനെ കൂടി ജയിലിലിട്ട് കൊന്നതും നന്നായി. അതുകൊണ്ട് എനിക്ക് മേലുകീഴ് നോക്കണ്ട. നന്ദിയുണ്ട്. ഞങ്ങളല്ലല്ലോ. പോലീസ് കേസെടുക്കുകയും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തതുകൊണ്ടല്ലേ താങ്കളുടെ മകനെ തൂക്കിലേറ്റിയത്? അതെ, പോലീസും കോടതിയും. എതിർഭാഗത്ത് പണമുണ്ടായതുകൊണ്ട് പോലീസ് അവന്റെ പേരിൽ കേസെടുത്തു. നല്ല വക്കീലിനെ വെച്ച് വാദിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പക്ഷേ 6 പേരെയാണ് നിങ്ങളുടെ മകൻ കൊന്നത്, അതും ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ. അതെ, 6 പേരെ. എന്തുകൊണ്ട്? അന്വേഷിച്ചോ? സ്വന്തം പാടത്ത് കൃഷി ഇറക്കാൻ അവൻ പണം പലിശയ്ക്ക് കടമെടുത്തു. ഒടുവിൽ പലിശക്കാരൻ കള്ളക്കണക്ക് പറഞ്ഞ് ഞങ്ങളുടെ ഭൂമിയെല്ലാം തട്ടിയെടുത്തു. ചോദിച്ചപ്പോ ആളെ വിട്ട് എന്റെ മകനെയും അവന്റെ അച്ഛനെയും തല്ലി. അവനെ തടയാൻ നോക്കിയതാണ് അവന്റെ അച്ഛനും കൂട്ടുകാരനും. പക്ഷേ
പിടിവലിക്കിടയിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഒന്നും നുള്ളി നോവിക്കുക പോലും ചെയ്യില്ല അവൻ. അവനെ ഭ്രാന്തനാക്കി, അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. കൊടും ക്രൂരത. അവസാനം ശിക്ഷ അവന് മാത്രമായി. തെറ്റ് ചെയ്തതായി തെളിഞ്ഞാൽ ശിക്ഷയുണ്ടാവും പ്രതിമാതി. അവനു വേണ്ടി ദയാഹർജി അയക്കാനോ സമരം ചെയ്യാനോ ആരും ഉണ്ടായില്ല. ഇപ്പോ യതീന്ദ്രനാഥ ബാനർജിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ശബ്ദമുയർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്റെ മകൻ അവനുണ്ടായ വലിയൊരു നീതികേടിന് പകരം ചോദിക്കാൻ ചെന്നതായിരുന്നു. ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ല. അതേസമയം ബാനർജിയോ ഒരു കൊച്ചു പെണ്ണിനെ ദിവസങ്ങളോളം തക്കം വാർത്ത് നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. രണ്ടിലേതാണ് വലിയ തെറ്റ്? ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ചേതനയ്ക്ക് ഉത്തരം പറയാൻ കഴിയും. വിധി നടപ്പാക്കാനല്ലാതെ വിധിക്കാൻ ആരാച്ചാർക്ക് അവകാശമില്ല സഞ്ജീവ് ബാബു. എന്റെ മോനെ നീയൊക്കെ അല്ലടാ കൊന്നത്. നിന്റെയൊക്കെ വായി മണ്ണടിഞ്ഞ് നശിച്ചു പോട്ടെ. നിന്റെയൊക്കെ അമ്മമാർ ചോരപ്പെടുത്ത് ചാകട്ടെ. മനുഷ്യരെ തണുപ്പിക്കുന്നതിന് പകരം ഉഷ്ണിപ്പിക്കുന്ന കൊൽക്കത്തയിലെ മഴ പോലെയായിരുന്നു എന്റെ പ്രണയവും. സാന്ത്വനിപ്പിക്കുന്നതിന് പകരം അതിനെ പരിഭ്രാന്തയാക്കി. സഞ്ജീവ് കുമാർ മിത്രയുമായി ഞാൻ കൂടുതൽ അടുക്കുകയായിരുന്നു. ഏയ്, സൈക്കിൾ റിക്ഷ. ചെയ്തു, നീ എന്താണ് ചിന്തിക്കുന്നത്? നാലും കൂടുന്ന ഈ കവലകളിലെല്ലാം പണ്ട് തൂക്കുമരങ്ങളുണ്ടായിരുന്നു. ആദ്യകാലത്ത് നല്ലൊരു മരം മതിയായിരുന്നു ആരാച്ചാർക്ക് കുറ്റവാളിയെ കെട്ടിത്തൂക്കാൻ. പിന്നെ 2 മരച്ചില്ലകൾ നാട്ടി അതിനു കുറുകെ ഒരു കഴുക്കോലിൽ തൂക്കാൻ തുടങ്ങി. ശാസ്ത്രപുരോഗതിയും വിപ്ലവ ചിന്തകളും തൂക്കുമരത്തെ സ്വാധീനിച്ചു. കഴുമരങ്ങളെക്കുറിച്ച് പറയാൻ പറ്റിയ നേരം. പ്രോഗ്രാമിനു വേണ്ടി ഒരു തൂക്കുമരം പണിയണ്ടേ? വേണം. കച്ചവടം. അതെ, കച്ചവടം. ഈ സന്ധ്യയിൽ ഞാൻ നിന്റെ മൃദുലമായി കൈവിരലുകൾ ഇങ്ങനെ തലോടി ചേർന്നിരുന്ന് അലസമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴുമരങ്ങളെയും കയർക്കുടുക്കുകളെയും കുറിച്ച് ദയവ് ചെയ്തിപ്പോൾ സംസാരിക്കരുത്. റിക്ഷ ഇവിടെ നിർത്തൂ. ഇതെന്റെ വീടാണ്. 19ാം നൂറ്റാണ്ടിൽ പണിത വീടാണിത്. വീടിനുള്ളിലേക്ക് വരൂ. നീ എന്താണിപ്പോൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഞാൻ നിന്നെ വേദനിപ്പിച്ചാൽ എന്റെ കഴുത്തിൽ എങ്ങനെയൊരു കുടുക്കിടാം എന്നല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിനു ശേഷം നിന്റെ ചുണ്ടിൽ ആദ്യമായാണ് ഒരു പെണ്ണ് ആണിന് നൽകുന്ന പുഞ്ചിരി ഞാൻ കാണുന്നത്. അതിനർത്ഥം എന്റെ ഊഹം ശരിയാണ് എന്നല്ലേ? അല്ല. ഈ പൂവ് എന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. പറയൂ, നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണം. ഞാൻ മാപ്പ് ചോദിക്കുന്നു. നോക്കൂ ചേതന, ആദ്യമായാണ് ഞാൻ ആരോടെങ്കിലും മാപ്പ് ചോദിക്കുന്നത്. ഈ പൂവ് എനിക്കും പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ട അപരാജിത പൂക്കൾ. ഈ ലോകത്ത് പാവപ്പെട്ടവന്റെ സത്യസന്ധതയ്ക്ക് ഒരു വിലയുമില്ല. അത് തൂക്കിക്കൊടുത്താൽ അരിയും മീനും കിട്ടുകയില്ല. ചേതു മോളെ, ഈ വീട്ടിൽ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കുകയുള്ളൂ. എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ അത് ശരിയല്ലല്ലോ അച്ഛാ. ശരി തെറ്റുകൾ എനിക്കാണ് അറിയാവുന്നത്. ഞാൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. അവസാന നിമിഷം കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് ആരാച്ചാരുടെ തൊഴിലിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തും. വായടക്കടി. കൃത്യം നടക്കാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. അതോർമ്മ വേണം. ഈ 3 ദിവസങ്ങൾ കൊണ്ട് കഴിയുന്നത്ര പണം സമ്പാദിച്ചേ തീരൂ. മോളെ, നീ ചെറുപ്പമാണ്.
ഈ വൃദ്ധൻ ഒരുപാട് ജീവിതം കണ്ടവനാണ്. ലോകത്ത് പാവപ്പെട്ടവന്റെ സത്യസന്ധതയ്ക്ക് ഒരു വിലയുമില്ല. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛൻ പറയുന്നത്? എന്റെ മോള് എന്റെ കാലും അരിയോന്ന ശിവദേവ് ബാബു പോലും ചോദിച്ചത് ഞാൻ ആരായി? പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? ക്യാമറയുടെ മുന്നിലിരുന്ന് പറയേണ്ടത് കുടുംബ രഹസ്യങ്ങളല്ല, എന്താണോ പറയേണ്ടത് അത് മാത്രമാണ്. ചേതു, ഇനി ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്യരുത്. അത് നമ്മുടെ കരാറിനെതിരാണച്ചാ. ശബ്ദിക്കരുത്. എങ്ങനെങ്കിലും ആ ചെക്കനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വിവാഹം നടത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിൽ പാരമ്പര്യവും പഴംപുരാണവും പറഞ്ഞ് എല്ലാവരും കൂടി നിന്റെ ജീവിതവും നശിപ്പിക്കും. അത് ശരി. അപ്പോ നീയാണല്ലേ അവളുടെ കൊച്ചു മനസ്സില് വിഷം നിറച്ചു കൊടുക്കുന്നത്? അവൾ കൊച്ചൊന്നുമല്ല, വിവാഹപ്രായം എന്നേ കഴിഞ്ഞു. അത് തള്ളമാരാണ് ഓർക്കേണ്ടത്. ഇപ്പൊ നേരം എത്രയായി? 9 മണി. ഈ നേരത്താണോ പ്രായപൂർത്തിയായൊരു പെണ്ണ് കുടുംബത്തിൽ വന്ന് കയറേണ്ടത്? അവൾ അവളുടെ ജോലിക്ക് പോയതല്ലേ? ജോലി 7:30 കഴിഞ്ഞു. ചേതനെ, ഈ ടാക്കുമ വീണ്ടും പറയുന്നു, നമ്മുടെ കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്ന ഒരു ബന്ധത്തിനും നീ തയ്യാറാകരുത്. അത് ബുദ്ധിമോശമാണ്. ചേതു, സൂക്ഷിക്കണം. അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും ഒരുപാട് സൂക്ഷിക്കണം. നിന്നെ വിവാഹം കഴിക്കേണ്ടത് ആരാച്ചാരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെയാണ്. ആണിന്റെ ബലം അവന്റെ ധൈര്യമാണ്. അതില്ലാത്തവനെ വിവാഹം കഴിക്കുന്നതിലും ഭേദം ശരീരം വിൽക്കുന്നതാണ്. ആളെ കൊല്ലുന്ന ജോലിയല്ലേ ധാക്കൂമ? നാവടക്ക്. ആരാച്ചാർ ആളെ കൊല്ലുകയല്ല, നീതി നടപ്പാക്കുകയാണ്. ലോകത്ത് പലതരം നീതിയുണ്ട് ധാക്കൂമ. അതിലാരുടെ നീതിയാണ് നാം നടപ്പിലാക്കുന്നത്? ജനങ്ങളുടെ നീതി. വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവെയാണ് സ്റ്റേ വന്നത്. അതിന് തൊട്ടടുത്ത ദിവസം വീട്ടിൽ അച്ഛനും ചിറ്റപ്പനും തമ്മിൽ അടിപിടിയുണ്ടായി. അതിൽപ്പെട്ട് കട്ടിലിൽ നിന്നും ദൂരേക്ക് തെറിച്ചു വീണ രാമൂത ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായി. അത് രാമൂതായുടെ അവസാന ദിവസങ്ങളായിരുന്നു. പാവം രാമു ബോധം മറ്റ് കിടക്കുന്ന കണ്ടില്ലേ? ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട് വേദന അറിയാതെ എത്രയും വേഗം പോയാ മതിയായിരുന്നു. ഞാനുള്ള കാലത്തോളം ഇവനെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആളുണ്ട്. അത് കഴിഞ്ഞാലോടി ഞാനില്ലേ അമ്മേ? നിന്റെ ഭാവി നീയായിട്ട് നശിപ്പിക്കരുത്. നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് വിവാഹം ഒരു രക്ഷാമാർഗമാണ്. കിടക്കാനൊരു കൂര, ഭക്ഷണം. അയാൾ എന്നെ സ്നേഹിക്കുന്നില്ലമ്മേ. നോക്കുമോളെ, പുരുഷന്മാർ ദൈവങ്ങളെ പോലെയാണ്. ആരെങ്കിലും കാൽക്കൽ വീണ് യാചിക്കാനോ 3 നേരം പൂജിക്കാനോ ഇല്ലെങ്കിൽ അവന്മാർ വെറും കല്ലുകളാണ്. അതുകൊണ്ട് അവനെ വിടരുത്. നീ മുറുക്കി പിടിക്ക്, രക്ഷപ്പെട്ടു പോവാൻ നോക്കടി. ഇങ്ങോട്ട്? ഇതിനുമപ്പുറം ഒരു വലിയ ലോകമുണ്ട് ചെയ്തു. ഒരു വലിയ ലോകം, നിനക്ക് നീയായി ജീവിക്കാൻ കഴിയുന്ന ലോകം. അവിടെ എത്തണമെങ്കിൽ അവന്റെ താങ്ങ് വേണം. നീ അങ്ങനെ വിചാരിച്ചാ മതി. അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടില്ലേ? അയാൾ ഒരാളല്ല, പല മനുഷ്യനാണ്. എന്നെ അർഹിക്കുന്നില്ലെന്ന് അയാൾക്കറിയാം. അതല്ലേ അയാൾ എന്നും പെണ്ണുങ്ങൾക്കായി സോനാഗച്ചിയിൽ പോകുന്നത്. നിന്റെ അച്ഛന്റെ ഹൃദയം ഓട്ട വീണ ചിരട്ട പോലെയാണ്, ഒരിക്കലും നിറയുകയില്ല. അതുകൊണ്ട് ഗംഗാ നദി സ്വന്തമായി കിട്ടിയാലും അയാൾക്ക് പ്രയോജനമില്ല. അമ്മേ, ദേ രാമുത കണ്ണു തുറന്നു. അമ്മേ. മോനെ രാമു, മോനെ. അച്ഛാ, ഓടി വരൂ. ദേ രാമുത. അയ്യോ, മകനെ,
കൊടുക്കരുത്. ഭഗവാനെ, നീ അവനെ തിരിച്ചെടുത്തു. ഇനി അവന്റെ ആത്മാവിനെ നീ കാത്തുരക്ഷിക്കും. രാമുദായുടെ ശരീരം മുഴുവൻ എരിഞ്ഞു തീരും വരെ ഞാൻ ഗംഗാതീരത്ത് കാത്തിരുന്നു. പൂജാദ്രവ്യങ്ങൾ കിടന്നഴുകി വൃത്തികേടായ ഗംഗയ്ക്ക് ജീർണിച്ച ശവത്തിന്റെ ദുർഗന്ധമായിരുന്നു. ഗംഗയുടെ ഓളങ്ങളും ചിതയിലെ അഗ്നിയും ആകാശത്തേക്കുയർന്ന പുകയുമെല്ലാം പിന്നിലേക്ക് ചലിച്ചു. പിന്നിലേക്ക്, മണ്ണിലേക്ക്, വായുവിലേക്ക്, ജലത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക്. ഫണീത അറിഞ്ഞോ? യതീന്ദ്ര ബാനർജിയുടെ ദയാഹർജി തള്ളിയിരിക്കുന്നു. ഏത് നിമിഷവും വധശിക്ഷ നടപ്പാക്കിയേക്കാം. ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കാമവൃത്തി ചെയ്തു കൊന്ന മഹാപാവിയല്ലേ അവൻ. തൂക്കിക്കൊല്ലുക തന്നെ വേണം. വലിയ നാണക്കേടായി പോയില്ലേ? നമ്മൾ ഇത്രയും കൊട്ടിഘോഷിച്ചിട്ട് അവസാനം നടക്കാതെ വന്നതുകൊണ്ട് എന്റെ കുടുംബം അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ TV കാരണം ഞങ്ങളത് പ്രശസ്തരായി പോയില്ലേ? നിങ്ങളുടെ പ്രശസ്തി ഇരട്ടിയാവാൻ പോവുകയാണ്. അവൻ കൊന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ ഞങ്ങൾ തപ്പിയെടുത്തു. മുംബൈയിലെ ഫ്ളാറ്റില് അവർ വിഷം കഴിച്ച് മരിച്ചു കിടന്നുവെന്ന് വാർത്തയുണ്ടായിരുന്നല്ലോ. ഇല്ല, അത് നുണ. ഏതോ പത്ര റിപ്പോർട്ടർ കഥയടിച്ചു വിട്ടതാണ്. ചേതന എവിടെ? ഹാങ് വുമൺ ഡയറി ഇന്ന് തന്നെ തുടങ്ങണം. ചേതു മോളെ, അവൻ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. വേണ്ടെന്ന് പറയരുത്. എനിക്ക് ഇനി ആരുള്ളത് മോള് മാത്രം. നീ രക്ഷപ്പെട്ട് കാണാൻ ഈ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നീയും കേൾക്കണം. എന്താച്ചാ? വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നത്. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കില്ല, അതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഷ്ടിക്ക് വകയില്ലാത്തവളാണ്. മാസം തോറും കിട്ടുന്ന 150 രൂപയ്ക്ക് വേണ്ടി 10-15 വർഷം കൂടുമ്പോ ഒരുത്തനെ കൊല്ലാൻ മടിക്കാത്ത ഒരുവന്റെ മകൾ. നിങ്ങളുടെ കണ്ണ് കച്ചവടത്തിലാണ്. എന്ത് കച്ചവടം? മനുഷ്യരെ എങ്ങനെയൊക്കെ കൊല്ലാമെന്ന് ഞങ്ങൾക്കറിയുന്നത് പോലെ സ്ത്രീകളെ എങ്ങനെയൊക്കെ വിൽക്കണമെന്ന് നിങ്ങൾക്കും പരമ്പരാഗത ജ്ഞാനം ഉണ്ടല്ലോ. വാട്ട് യു മീൻ? എങ്കിൽ പിന്നെ എന്തിനാണ് ചേതന എനിക്ക് ആശ തന്നത്, എന്നെ ചുംബിക്കാൻ അനുവദിച്ചത്, എന്റെ കിടപ്പറയിൽ കടന്നു വന്നത്? തന്തയ്ക്ക് പിറക്കാത്തവളൻ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? കോട്ടകളെ ഞാൻ. അപ്പൊ ചേച്ചിയും രാമുദായും ഞാനും കൂടിയാവുമ്പോ 454 പേരെ കൊന്ന ചരിത്ര പുരുഷനാവും അല്ലേ അച്ഛാ? എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത ശവമേ, നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ചേതു ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല താക്കുമ്മ. ഇങ്ങോട്ട് നോക്ക്. നീ അവന്റെ കൂടെ കിടന്നിട്ടുണ്ടോ? ലക്ഷണം കണ്ടിട്ട് ഒരു പെണ്ണിനെ സ്നേഹിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അറിയുന്നവനാണവൻ. മനസ്സുകൊണ്ട് മാത്രമല്ല, സ്ത്രീയും പുരുഷനും ചേരേണ്ടത് ശരീരങ്ങൾ കൊണ്ടും വേണം. ഈ കട്ടിലിലാണ് നിന്റെ ജ്യേഷ്ഠൻ രാംദേവ് കിടന്നിരുന്നത്. അവനാണെങ്കിൽ നിന്നെ ജീവനുമായിരുന്നു. വിട്ടുപോകാൻ സമ്മതമില്ലാത്ത ആത്മാവ് മുറുകെ പിടിക്കുമ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് സമനില തെറ്റും. രാമുദായുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് താക്കോമ്മ. മറ്റൊരാളുടെ മരണത്തിന് കാരണമാകാൻ ആർക്കും പറ്റില്ല കുട്ടി. ഉപകരണമാകാനേ നമുക്ക് സാധിക്കൂ. ആ സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടതിൽ ദുഃഖമില്ലേ താക്കോമ്മ? അത് നമ്മുടെ ചരിത്രത്തിന്റെ തെളിവായിരുന്നില്ലേ? ദരിദ്രർക്ക് എന്തിനാണ് ചരിത്രം ചെയ്തു? എന്നിട്ടാണോ താക്കോമ്മ അത് തിരഞ്ഞു കഷ്ടപ്പെട്ടത്? തിരഞ്ഞു നടന്നത് അത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ മാത്രമായിരുന്നു.
ഇപ്പൊ ഉറപ്പായി. ഇനി ദുഃഖിച്ചിട്ടെന്ത് ഫലം? എങ്കിൽ ആ സ്വർണ്ണ നാണയത്തെ ഓർത്ത് താക്കുമ ദുഃഖിക്കണ്ട. ഇതാ. എങ്ങനെ കിട്ടിയത്? സഞ്ജീവ് ബാബുവിന്റെ കൈവശം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ അവന്റെ കയ്യിൽ? കാക്കു വിറ്റതാ, പണത്തിനു വേണ്ടി. ആര്? സുഖദേവോ? നിന്റെ കാളി ഭഗവതി. കാക്കു, നീ എന്നോട് മിണ്ടിയിട്ട് എത്ര ദിവസമായി ചെയ്തു? ഈ സുഖദേവ് അത്രയ്ക്ക് നീചനാണോ? ആരാച്ചാരായതിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല കാക്കു. അതുപോട്ടെ, ആ സ്വർണ്ണ നാണയം എന്തിനാണ് സഞ്ജീവ് കുമാറിന് കൊടുത്തത്? പുരാതന സാധനങ്ങൾക്ക് നല്ല വില കിട്ടുമെന്നറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനത് സഞ്ജീവ് ബാബുവിനെ കാണിച്ചു. കണ്ടയുടൻ എന്ത് വിലയും തരാമെന്ന് അയാൾ പറഞ്ഞു. അതുമൂലമാണ് എന്റെ രാമുദ മരിച്ചത്. ഞാൻ കാരണമാണ് നമ്മുടെ രാമുവിന് അങ്ങനെ സംഭവിച്ചത്. തെറ്റിപ്പോയി ചെയ്തു, തെറ്റിപ്പോയി. പണ്ട് എനിക്ക് മരണത്തെയോ പോലീസിനെയോ പട്ടാളത്തിനെയോ ഭയമില്ലായിരുന്നു. മാവോയിസ്റ്റ് എന്ന പേരിൽ പോലീസുകാർ നഖത്തിൽ ആണിയടിച്ചു കയറ്റിയപ്പോഴും ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് തൊലി പൊള്ളിച്ചപ്പോഴും ആന്ധാരോഷ കൂലി എന്നു പാടി ഞാൻ ആ പഴയ എന്നെ ഇല്ല, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. കാക്കു പഴയ കാക്കു തന്നെയാണ്. അല്ല അല്ല മോളെ, മോളുടെ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ കൊണ്ടൊരു കോഴിയെ കൊല്ലാൻ പോലും കൊള്ളുകയില്ല. അങ്ങനൊരുത്തനായി ഞാൻ അവസാനിച്ചു. ജോലിയുണ്ട് കാക്കു, ഞാൻ പോട്ടെ. അല്ല, എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല. എന്നെ ആരോ കഴുത്തിൽ കുടുക്കിട്ട് കെട്ടി വലിക്കുന്നത് പോലെ. എപ്പോഴും കഴുത്തും കുടുക്കും കയറും ഒക്കെ തന്നെ. എന്ത് ചെയ്യാം, ഞാൻ ജാതിയിൽ ആരാച്ചാരല്ലേ. പറഞ്ഞു കേട്ടും ടിവിയിൽ കണ്ടും മാത്രം ഞാൻ പരിചയിച്ചിട്ടുള്ള സരണികളും തെരുവുകളും എനിക്ക് നിങ്ങളോടൊപ്പം അനുഭവിക്കണം. എന്താണിപ്പോ പെട്ടെന്നൊരു സ്നേഹം? ഇത് സ്നേഹമൊന്നുമല്ല. സ്നേഹത്തോടെ അല്ലാതെ ശരീരത്തിൽ തൊട്ട ഒരു പുരുഷനെ ഏതെങ്കിലും പെണ്ണ് സ്നേഹിക്കൂ? ചേതന, നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രമാണുള്ളത്. നിങ്ങളുമായി അടുത്തതിനു ശേഷം ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം നിങ്ങൾ കൊല്ലാൻ ഉത്തരവിടും, അടുത്ത ദിവസം കൊന്നയാൾക്ക് ശിക്ഷ വിധിക്കും. കൊല്ലുക കൊല്ലുക കൊല്ലുക, ഇത് മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ. നിനക്ക് മനോരോഗമാണ്. ഭീകരമായ പകർച്ചവ്യാധിയാണ് മനോരോഗം. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണമെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞതല്ലേ? നിന്റെ ശബ്ദത്തിൽ നിറയെ വെറുപ്പാണ് ചേതന. നിങ്ങൾ പുരുഷന്മാർക്ക് വേദനയോടെ സ്വയം സമർപ്പിക്കുന്നവരെ കണ്ടു മടുത്തില്ലേ? ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ആ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെ അനുഭവിക്കുക എന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. അതെന്റെ ആത്മാവിന്റെ ആവശ്യമാണ്. ഞാൻ സ്നേഹിച്ചതും സ്നേഹം ആഗ്രഹിച്ചതുമായ ഒരു പുരുഷൻ എത്രക്കാരനാണെന്ന് മനസ്സിലാക്കാതെ മരിച്ചുപോയാ നിങ്ങളുടെ പിതാമഹന്മാരുടെ ചരിത്രം അറിയാമോ നിങ്ങൾക്ക്? ഇല്ല. സിലോണിലേക്ക് അരി കടത്താൻ ഇവിടെ എത്തിയ നിങ്ങളുടെ പിതാമഹന് ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? തൂക്കിക്കൊന്നു. എന്തിന്? മോഷണക്കുറ്റത്തിന്. തലശ്ശേരിക്കാരനായ ഒരു വ്യാപാരിയുടെ സ്വർണം മോഷ്ടിച്ചു അയാള്. പച്ചക്കള്ളം. ചരിത്ര സത്യമാണത്. തൂക്കിക്കൊല എന്റെ കുലത്തൊഴിലാകുന്നത് പോലെ മോഷണം നിങ്ങളുടെയും കുലത്തൊഴിലാണ്. എന്റെ പിതാമഹന്മാരെ കുറിച്ച് നീ ഇനി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ എന്റെ നിയന്ത്രണം വിടും. കണ്ണടച്ചിരുട്ടാക്കാൻ എളുപ്പമാണ് സഞ്ജീവ് ബാബു. അദ്ദേഹം മോഷ്ടിച്ചിരുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹം മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടിരുന്നു. അത് രേഖകളിലുണ്ട്. എനിക്ക് ഓഫീസിലെത്തണം. വളരെ അത്യാവശ്യമാണ്. നീ വരുന്നോ? ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. ഇത് ചുവന്ന തെരുവാണ്. സന്ധ്യ മയങ്ങുന്നു.
എന്നെപ്പറ്റി ആവലാതിപ്പെടാതെ സഞ്ജീവ് ബാബു പൊയ്ക്കോളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇനിയും സംസാരിക്കണം. സംസാരിക്കേണ്ടത് എന്നോടല്ല, ലോകത്തോടാണ്. അതിന് നീ തയ്യാറുമല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. നീയും നിന്റെ അച്ഛനും എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ച് എനിക്കിപ്പോഴും വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇരയായിട്ടാണോ ദാസിയായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത്? നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ഇണയായിട്ട്. ശരി, എനിക്ക് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങുന്നു. നിൽക്ക്. ഇതേത് സ്ഥലമാണെന്നറിയാമോ നിനക്ക്? സോനാഗച്ചി തെരുവ്. നീ എന്തിനിവിടെ വന്നു? സഞ്ജീവ് ബാബുവിനെ കാണാൻ. വരൂ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്ക് പോവാൻ ധൃതിയുണ്ട്. കുറച്ചൊന്നിരുന്നിട്ട് പോകാം. പക്ഷേ നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല. എന്റെ പേര് ത്രൈലോക്യ ദേവി എന്നാണ്. ത്രൈലോക്യ ദേവി? ത്രൈലോക്യദി, നിങ്ങളുടെ വീട് എവിടെയാണ്? 6 തലമുറയായി ഇതാണെന്റെ വീട്. ഞാൻ ആഗ്രാവാലിയാണ്. ആഗ്രാവാലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല. ഞങ്ങൾ അപ്സരസുകളുടെ വംശത്തിൽ പിറന്നവരാണെന്ന് സങ്കല്പം. ലോകത്ത് ഏറ്റവും പാപികളായ പുരുഷന്മാർ രതിയുടെ ആനന്ദമറിയാതെ മരിച്ചു പോകുന്നവരാണ്. അത്തരക്കാർ അടുത്ത ജന്മം കൂടുതൽ ക്രൂരന്മാരും നീചന്മാരുമായി പിറക്കും. ലോകത്ത് പാപികൾ ഉണ്ടാകാതിരിക്കാൻ ദേവന്മാർ ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു. ആഗ്രയിൽ മുഗള രാജാക്കന്മാരുടെ സദസ്സിലെ നർത്തകികളായിരുന്നു ഞങ്ങൾ. ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും ശരീരം വിൽക്കുന്നവരാണ് അല്ലേ? അല്ല, എല്ലാവരും അങ്ങനെയല്ല. ഞങ്ങൾ ആഗ്രാവാലികൾ ശരീരം വിൽക്കാറില്ല, ആത്മാവ് പങ്കുവയ്ക്കുകയുള്ളൂ. ഇവിടെ നിന്നിറങ്ങിപ്പോകുന്ന ഒരാൾക്കും പിന്നീട് ഒരിക്കലും ഒരു പെണ്ണിനെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വേദനിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന ഒരു പുരുഷൻ അങ്ങനെയല്ലല്ലോ. സഞ്ജീവിനെക്കുറിച്ചാണോ നീ പറയുന്നത്? അതെ. അവൻ ജനിച്ചു വളർന്നത് അവന്റെ അച്ഛന്റെ നാട്ടിലായിരുന്നു. അവന്റെ മനസ്സ് ഇടുങ്ങിയതാണ്. അവൻ ആനന്ദിക്കാൻ അറിഞ്ഞുകൂടാ. നിഷ്ഠൂര മനസ്സാണ് അവന്റേത്. അവന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. ത്രൈലോക്യാദി, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? അവൻ എന്റെ മകനാണ്. സഞ്ജീവ് കുമാർ മിത്രയുടെ അമ്മയാണോ? എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഈ വയറ്റിലെ ചൂടേറ്റാണ് അവൻ വളർന്നത്. അമ്മ മരിച്ചുപോയി എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. ഒരാൾ യഥാർത്ഥത്തിൽ ഏത് വിധമാണ് മരിക്കുന്നതെന്ന് ആർക്ക് പറയാൻ കഴിയും? ചേതന, പൊയ്ക്കോളൂ, നമുക്ക് വീണ്ടും കാണാം. ചേതനാദി, എന്താ, എന്തു പറ്റി? വീട്ടിലെന്തോ ബഹളം നടക്കുന്നുണ്ട്. ഫണിതായും സുഖദേവും തമ്മിൽ അടിപിടി നടന്നു. കുത്തും വെട്ടുമൊക്കെ നടന്നെന്നാ കേൾക്കുന്നത്. എന്താ വരുന്നു? എന്താ അമ്മേ, എന്താ ഉണ്ടായത്? അയ്യോ, നിന്റെ അച്ഛനും കാക്കവും തമ്മിലായിരുന്നു വാക്കുതർക്കം. അവർക്കിടയിൽ കാക്കുമായും ചെന്ന് പെട്ടു. അടുക്കളയിൽ നിന്നും വെട്ടുകത്തിയെടുത്ത് നിന്റെ അച്ഛൻ ആദ്യം വെട്ടിയത് കാക്കുമായുടെ കഴുത്തിലാണ്. തടയാൻ ചെന്ന് കാക്കുവിനെയും വെട്ടി. രാണിയും ചമ്പയും എവിടെ? അവർ അപ്പുറത്തുണ്ട്. അമ്മേ, എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്? നിന്റെ അച്ഛന് മാത്രമേ അതറിയൂ. നല്ല വിഷ്വൽസ് എടുത്തോ, ആ കുട്ടികളുടെ വിഷ്വൽസ് എടുത്തോളൂ. ചേതന, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേ തീരൂ. നിങ്ങൾ മാത്രമാണ് കാരണം. ഞാനോ? നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്തു? ചേതന, ഒരു നിമിഷം. മരിച്ചുപോയ ഈ സുഖ്ദേവ് ഗൃധാമല്ലിക് മുമ്പൊരു നക്സലൈറ്റ് ആയിരുന്നു അല്ലേ? ചേതനയുടെ അച്ഛനെ രക്ഷിക്കാൻ ഒരു നല്ല മാർഗമുണ്ട്. സുഖ്ദേവ് ഗൃധാമല്ലിക് ഒരു മാവോയിസ്റ്റ് ആണെന്ന് ചേതന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ മതി. ജയിലിൽ കിടന്നിട്ടുള്ള മാവോയിസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തെയും ഭാര്യയും കൊലപ്പെടുത്തിയത്. എന്താ, നിസ്സാരമായ അച്ഛനെ നമുക്ക് രക്ഷിക്കാൻ ചേതന. മോളെ ചേതു, ഒന്നിങ്ങു വരൂ. എന്താ താക്കുമ്മ? അവൻ എന്താ നിന്നോട് അടക്കം പറയുന്നത്? അവൻ എങ്ങനെ നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കും? നീ വെറുമൊരു പെണ്ണല്ലല്ലോ, ആരാച്ചാലല്ലേ. നിന്നെ വിവാഹം കഴിക്കാൻ വെറുമൊരു പുരുഷൻ പോരാ.
നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നൊന്തുപെറ്റ മകൻ കഴുത്ത് മുറിഞ്ഞ് മരിച്ചിട്ടും അവർ പറയുന്ന വർത്തമാനം കേട്ടില്ലേ? ഒരു മകൻ മരിച്ചു, മറ്റേ മകൻ ജയിലിൽ പോയി. എന്നിട്ട് ഒരു തുള്ളി കണ്ണുനീരുണ്ടോ നിങ്ങളുടെ കണ്ണില്? വയസ്സിത്രയായില്ലേ പെണ്ണെ, എല്ലാ ജീവിതവും ഒന്നല്ലേ, എല്ലാ മരണവും ഒന്നല്ലേ, പിന്നെന്തിന് കരയണം? ഫണിഭൂഷൺ കൃതാദ, നിങ്ങൾ എന്തിനാണ് ഈ കൃത്യം ചെയ്തത്? എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ടായിരുന്നു സഞ്ജയ് ബാബു. എന്നാലും സ്വന്തം കൂടപ്പറപ്പിനെ വെട്ടിയറിയുക എന്ന് വെച്ചാൽ? സംഭവിച്ചു പോയി. എനിക്ക് ദുഃഖമുണ്ട്. മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ ഇളവ് കിട്ടാതിരിക്കുമോ? എനിക്ക് വയസ്സ് 88 ഇതുവരെയുള്ള എന്റെ ജീവിതം നീതി നിർവഹണത്തിന് വേണ്ടിയായിരുന്നു. ഇനി ഈ വയസ്സാം കാലത്ത് നീതി അട്ടിമറിക്കാൻ ഞാൻ ശ്രമിക്കണം. ഇരട്ടക്കൊലക്കേസ്. ഫണിത, തൂക്കുമരം കിട്ടിയാലോ? തൂക്കുമരം കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം എന്നെപ്പോലെ ഒരാളെ തൂക്കിലേറ്റുന്നത് സമൂഹത്തിന് വളരെ നല്ലൊരു സന്ദേശം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മുഖം മൂടിയിടുന്നതും കുടുക്കിടുന്നതും ലിവർ വലിക്കുന്നതും സ്വന്തം മകളായ ചേതന ഗൃഥ മല്ലിക് ആയാലോ? പുല്ലിനും പുഴുവിനും വരെ മരണമുണ്ട്. ആരാച്ചാരായി ജോലി ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അതാണ്. അങ്ങനെ 451 പേരെ തൂക്കിക്കൊന്നതായി അഭിമാനിക്കുന്ന പ്രസിദ്ധനായ ആരാച്ചാർ ഫണിഭൂഷൺ ഗൃഥ മല്ലിക് ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലായത് ഒരു വലിയ ആന്റി ക്ലൈമാക്സ് ആണെന്ന് പറയാതെ വയ്യ. ഗൃഥ മല്ലിക് ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കൈകളാൽ മരിക്കേണ്ട യതീന്ദ്രനാഥ് ബാനർജിക്കൊപ്പം തടവ് അനുഭവിക്കേണ്ടി വന്നേക്കും. അച്ഛന്റെയും ഇളയച്ചന്റെയും സഹായമില്ലാതെ ഈ കൃത്യം ഒറ്റയ്ക്ക് നിർവഹിക്കാൻ ചേതന ഗൃഥ മല്ലിക് തയ്യാറാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കണ്ടോ കണ്ടോ, ആ മനുഷ്യൻ എന്തെങ്കിലും വിഷമോ മനസാക്ഷി കുത്തോ ഉണ്ടോ? ചെയ്തത് ചെയ്തു. ഇനി അതിന്റെ പേരിൽ കുട്ടികളെ പോലെ കരയണമെന്നാണോ നീ പറയുന്നത്? നിങ്ങൾക്ക് ഹൃദയം എന്നതുണ്ടോ? നൊന്തുപെറ്റ മകനെ കൊന്നു തള്ളി ഒരുത്തനോട് നിങ്ങൾക്ക് അല്പം പോലും ദേഷ്യമില്ലേ? പണിയെയും ഞാൻ നൊന്തുപെറ്റതല്ലേ മോളെ. ചെയ്തു, നീ എന്റെ പേരക്കുട്ടിയല്ലേ. മരണമെന്ന് കേട്ടാൽ നീ മനസ്സിനുള്ളിൽ ഉറക്കെ ചിരിക്കണം. അത് കൊന്നതാണെങ്കിലും ചത്തതാണെങ്കിലും എല്ലാം വിധിയാണ്, വിധി. പിന്നെ വിധി പോലും. ഓരോ ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ട് വിധിയാണ് പോലും. നീ എവിടെ പോയിരുന്നു? ആലിപ്പൂർ ജയിലിൽ. അത് കഴിഞ്ഞ് ചാനലിൽ. എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള പ്രാപ്തിയായോ നിനക്ക്? അച്ഛനോട് അനുവാദം ചോദിക്കാൻ പോലീസുകാർ അനുവദിച്ചില്ല. ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായതുകൊണ്ട് കൃത്യം നടത്താൻ അവർ അച്ഛനെ അനുവദിക്കുകയില്ല. എന്നാര് പറഞ്ഞു? എത്രയോ രാജ്യങ്ങളിൽ കൊലക്കേസ് പ്രതികളെ കൊണ്ട് തന്നെയാണ് തൂക്കിക്കൊല നടത്താറുള്ളത്. ഇവിടെ അത് നടക്കില്ല, അനുവദിക്കില്ല. എന്തുകൊണ്ട്? ഞാനല്ലല്ലോ അച്ഛാ തീരുമാനിക്കുന്നത്. നീ ജോലി ഒഴിയുമെന്ന് ഭീഷണിപ്പെടുത്തണമായിരുന്നു. തൂക്കിക്കൊലയെന്ന് നിസ്സാര കാര്യമാണോ? തനിച്ച് നിനക്കത് ചെയ്യാൻ കഴിയുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? അച്ഛനത് തനിച്ച് ചെയ്തിട്ടില്ലേ? എടീ, ഞാനൊരു പുരുഷനാണ്, നീ വെറുമൊരു സ്ത്രീയും. മുഴുവൻ ലോകത്തിന്റെയും സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് ഞാനെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? പത്രക്കാരുടെയും ജനങ്ങളുടെയും മുമ്പിൽ അങ്ങനെ പലതും പറയേണ്ടി വരും. പക്ഷെ അത് പ്രാക്ടിക്കലായ കാര്യമല്ല. നീ ഒരു സ്ത്രീയാണെന്നും നിനക്കൊരുപാട് പരിമിതികളുണ്ടെന്നും നീ തിരിച്ചറിയണം. ഒരാളെ തൂക്കിക്കൊല്ലാൻ എനിക്കിപ്പോൾ ഒരു പരിമിതിയുമില്ല അച്ഛാ. ഒരു അസിസ്റ്റന്റായി നിന്റെ ഒപ്പം വരാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നീ ആദ്യമായാണ് ഈ ജോലി ചെയ്യുന്നത്. എനിക്ക് ഭയമുണ്ട്. എനിക്കൊരു ഭയം തോന്നുന്നില്ല അച്ഛാ. ശരിക്കും നീ ഒരാളെ തൂക്കിക്കൊന്ന നിന്നെ പിന്നെ ആര് വിവാഹം കഴിക്കും? ആരാച്ചാറെന്ന് പറയുന്നതും ഒരാളെ തൂക്കിക്കൊല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദിവസം അടുക്കും തോറും എന്നെ അലട്ടുന്നത് അതാണ് മോളെ. ചെയ്തു, ഈ അച്ഛൻ പറയുന്നത് കേൾക്ക്. അച്ഛന്റെ സഹായമില്ലാതെ ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് നീ ഐജിയെയും മന്ത്രിയെയും അറിയിക്കണം. ഞാനും കൂടെ നിൽക്കാം. എങ്കിലേ ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയൂ.
അത് വേണ്ടച്ചാ. പാളിപ്പോയാൽ, കയ്യൊന്നടച്ചാൽ നമ്മുടെ പരമ്പരയുടെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമാകും. പാളുകയില്ല, കൈ വിറയ്ക്കുകയില്ല. ഇതെനിക്ക് തനിയെ ചെയ്യണം. തൂക്കുമരത്തിന് സമീപം അച്ഛൻ കൈകെട്ടി മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഞാനാണിത് ചെയ്തതെന്ന് ആരും വിശ്വസിക്കില്ല. അവരെന്നെ ആരാച്ചാരെന്ന് ഒരിക്കലും വിളിക്കില്ല. മാത്രമല്ല, ഒരു സ്ത്രീയെ ഓടിച്ചിട്ട് കഴുത്തു വെട്ടിക്കൊന്ന പുരുഷന് മറ്റൊരു സ്ത്രീയെ ബലാത്കാരം ചെയ്തു കൊന്ന പുരുഷനെ കൊല്ലാൻ എന്താണ് യോഗ്യത? യതീന്ദ്രനാഥ് ബാനർജിക്ക് യോജിച്ച ആരാച്ചാർ ഞാൻ തന്നെയാണ്. എനിക്ക് ആരാച്ചാരുടെ മകളെന്ന പദവിയല്ല, ആരാച്ചാർ പദവി തന്നെയാണ് വേണ്ടത്. ശരി, നീ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഞാനിന്ന് മണൽച്ചാക്കുകൾ വിജയകരമായി തൂക്കി നോക്കി. ഇന്ന് രാത്രി കയർക്കുടുക്കുകൾ മിനുസപ്പെടുത്തും. പിന്നെ തടവ് പുള്ളിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാരുമായി ചർച്ച നടത്തും. ഐജിയെയും സൂപ്രണ്ടിനെയും കാണും. കൃത്യം കഴിഞ്ഞാലുടൻ കടലാസുകൾ ഒപ്പുവെക്കും. കിട്ടാനുള്ള പണം പണമായി തന്നെ വാങ്ങും. എന്നിട്ടെന്താ, വീട്ടിലേക്ക് തിരിച്ചു പോരും. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ചാനലിൽ നിന്ന് എത്ര രൂപ കിട്ടി? അധികത തന്നേക്ക്. എനിക്ക് വക്കീലിനെ കാണണം. അച്ഛാ, അച്ഛൻ കാക്കിയമ്മയെ കൊന്നതെന്തിനാണെന്ന് ആദ്യം പറയൂ. നീ അതറിയണ്ട. അത് ഞാൻ അറിയണ്ടെങ്കിൽ ഞാൻ സമ്പാദിച്ച പണം അച്ഛൻ പ്രതീക്ഷിക്കണ്ട. എന്താ നീ പറഞ്ഞത്? ധിക്കാരി. എന്തിനാണെന്ന് പറയൂ. എന്തിന്? എന്നെ കാക്കിയമ്മയെ കൊന്നത് എന്തിനാണെന്ന് പറഞ്ഞ പണം തരാം, ഇല്ലെങ്കിലില്ല. അച്ഛന് എനിക്കറിഞ്ഞേ തീരൂ. പാവം എന്റെ ചമ്പയുടെയും രാരിയുടെയും അമ്മ. എന്താ ഇവിടെ? കാക്കിമയെ കൊന്നത് എന്തിനാണെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ആർക്കറിയാം, അനിയന്റെ ഭാര്യ എന്നത് മറന്ന് അവളെയും കയറി പിടിച്ചു കാണും. നിന്നെ കൊന്നളെ ഞാൻ. ഒരു വേശി അനിയത്തിയെ കാണാൻ എനിക്ക് സാധ്യമല്ല. ഞാനവിടെ കാളികെട്ടില് കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാനത് സഹിക്കണമായിരുന്നു. അവൾ അങ്ങനെ പണം ഉണ്ടാക്കിയത് സുദേവനെ ചെന്നൈയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനാണ്. അതിനു വേണ്ടിയാണ് അവൾ. അവന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും മൂത്രം പോകാതെ നീര് വെട്ടി വേദനിക്കുന്നത് കണ്ട ഈ 60-ാം കാലത്തിലും എനിക്കും ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോകേണ്ടി വരും. വേറെ എന്തെടുത്തിട്ട് വിൽക്കും ഇവിടെ. ക്രിസ്തുവിന് 400 വർഷം മുമ്പുള്ള ചരിത്രം, കാശിന് വിലയില്ലാത്ത ചരിത്രം. ഷിബ്ദേ ബാബു, എന്താ ഈ നേരത്ത്? എത്രയും വേഗം നിന്നെ ഇവിടുന്ന് മാറ്റാനാണ് ഓർഡർ. മാറ്റാനോ? എവിടേക്ക്? ജയിലിലേക്ക്. ചേതന, വേഗം ആ കയറും എടുത്തുകൊണ്ട് എന്നോടൊപ്പം വരൂ. ബാബു, അവള് ചെറിയ കുട്ടിയാണ്. അവൾക്ക് തനിയെ ചെയ്യാൻ സാധിക്കുമോ? അത് നേരത്തെ ചിന്തിക്കണമായിരുന്നു ഗൃഥാത. ആണുങ്ങൾ മാത്രമുള്ള ആലിപ്പൂർ ജയിലിലേക്ക് ഇവിടെ അയക്കുന്നത്. അതോർത്ത് വിഷമിക്കേണ്ട ഗൃഥാത. ജയിലിൽ അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പുതരാം. വേഗം വരൂ ചേതന. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. നിൽക്ക് ഒരു നിമിഷം. മോളെ, ഈ ചന്ദനത്തിന് കത്തിച്ച് പ്രാർത്ഥിക്ക്. ഈ മദ്യം നമ്മുടെ പിതാമഹന്മാരെ ധ്യാനിച്ച് 3 വട്ടം തെറിപ്പിക്കും. ദൈവാനുഗ്രഹിക്കട്ടെ. ചേതന, ഐജി ബാബു എത്തിയിട്ടുണ്ട്. അയാളോട് നീ അതും ഇതും പറയാനൊന്നും നിൽക്കണ്ട. ഒരു വല്ലാത്ത മനുഷ്യനാ. എന്തായാലും വാ, തൂക്കുമരം പരിശോധിക്കണം. എന്താ ഇത്? ഇതിൽ കുടുക്കിട്ടില്ലല്ലോ. കൃത്യം നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമേ കുടുക്കിടാറുള്ളൂ ഐജി ബാബു. ഈ മണൽച്ചാക്കിന്റെ തൂക്കം ഒരു 75 കിലോയിൽ കൂടുതലുണ്ടാവും സാബ്. ഈ കയറിന്റെ ഭാരം എത്ര വരും? 3.2 കിലോ. എങ്ങനെ അറിയാം ഇത്ര കൃത്യമായിട്ട്? പരിചയം സാബ്.
കണ്ടും കേട്ടുമുള്ള പരിചയം.